ഹായ് അപ്പോൾ ദേ ഒന്ന് ഫുഡ് കഴിക്കാൻ പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഫുഡ് കഴിക്കാനായാലും എവിടെ പോയാലും ഈ ഒരു ബാഗ് ഞാൻ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. രണ്ടുപേരായതുകൊണ്ട് തന്നെ എപ്പോഴാണ് എന്താ ആവശ്യമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡയപ്പർ, ഡ്രൈ ഷീറ്റ്, പിന്നെ 2-3 ജോഡി ഡ്രസ്സുകൾ, മെഡിസിൻ, ഇതൊക്കെ ഞാൻ ഇതിൽ സൂക്ഷിക്കാറുണ്ട് കേട്ടോ. ഉള്ളിൽ ഇഷ്ടംപോലെ ഇതുപോലെ കള്ളികളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ എന്താ വെച്ചേക്കണേ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇഷ്ടംപോലെ കള്ളികളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ബാഗാണത്. ആവശ്യമുള്ളവർ ഫ്ലിപ്കാർട്ടിൽ കയറി നോക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ റേസ്മോഡ് ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. കയ്യിൽ കെട്ടുന്ന ബാൻഡ് എടുത്തിട്ട് ആൾ തലയിൽ കെട്ടിയേക്കാട്ടോ. അപ്പോൾ ഒരു വേറൊരു ഹെയർ സ്റ്റൈലായില്ലേ. അപ്പോൾ അങ്ങനത്തെയൊക്കെ ട്രിക്കുകൾ അമ്മമാർ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മക്കൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഫുഡ് കഴിക്കാനായിട്ടാണ് മെയിനായിട്ട് പോയെങ്കിലുണ്ടല്ലോ. പിന്നെയാണ് ഈ ലേൺ സെങ്കിൾ പാർക്കിൻ്റെ സംഭവം ഞങ്ങൾക്ക് ഓർമ്മയിൽ വന്നത് കേട്ടോ. കാരണം ഈ ഒരു റീൽസ് കുറേ പേരെ കണ്ടായിരുന്നു, പിന്നെ സ്റ്റാറ്റസ് കുറേ പേരെ കണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്താണ് ഈ പാർക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് ഓർത്ത്. ഇത്ര അടുത്ത് കിടന്നിട്ട് പോയില്ലെങ്കിൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ജസ്റ്റ് പോയിക്കോടി, മക്കളൊക്കെ ആണെങ്കിൽ എന്തായാലും പോകണം, ഷുവറാണെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി നോക്കിയതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. അപ്പോൾ അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മൾ ആദ്യം കാട്ടിലോട്ടാണ് കയറുന്നതെങ്കിലും പിന്നെ ചെന്ന് പെടുന്നത് ഈ ഒരു തുറസായ ഏരിയയിലോട്ടാണ്. അപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ബാസ്കറ്റ് ബോൾ വേണോ, പിന്നെ ഊർന്നിറങ്ങുന്ന സ്ഥലം വേണോ, അങ്ങനെ പിടിച്ച് കയറുന്ന കയറ്, അതൊക്കെ ഇഷ്ടംപോലെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ കൊണ്ടുവന്ന് തരും. പിന്നെ ഐസ്ക്രീം പാർലർ, പിന്നെ ഒരു 3D സംഭവങ്ങൾ, അങ്ങനെ ഇഷ്ടംപോലെ ഒരു കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വരാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതിൻ്റെ താഴെയായിട്ട് മെൻഷൻ ചെയ്തേക്കാം ഇത് എവിടെയാണ് കറക്റ്റ് പ്രോപ്പർ സ്ഥലം എന്നുള്ളത് മെൻഷൻ ചെയ്യാം. പിന്നെ ഈ ഒരു അടിയിൽ ഇങ്ങനെ പച്ച പരവതാനി വിരിച്ചാണ്. കാരണം കുഞ്ഞു മക്കളെയൊക്കെ നമുക്ക് അവിടെ സേഫായിട്ട് ഇരുത്താട്ടോ. ഒരു ചേച്ചി എപ്പോഴും അവിടെ ക്ലീൻ ചെയ്യാനുണ്ട്. ഇങ്ങനെ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇലകൾ വീഴും. പക്ഷേ ആ ചേച്ചി എപ്പോഴും അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് മക്കളെയൊക്കെ ഇരുത്താനായിട്ട് പറ്റും. പിന്നെ അവിടെ ഇഷ്ടംപോലെ കളിസാധനങ്ങൾ വരുന്നുണ്ട്. അതിൻ്റെ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ വരുന്നവർ അതൊക്കെ ഒന്ന് എടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഞങ്ങൾ ഫുഡും കഴിച്ച് അവിടെ നിന്ന് നൈസായിട്ട് ഇങ്ങോട്ട് പോകുന്നു ഗൈസ്. അപ്പോൾ ഇന്നത്രേ ഉള്ളൂ. ബൈ.